വെൽക്കം 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 ടു മൈ യൂട്യൂബ്. പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ വലിയെന്തോ യൂട്യൂബ് ചാനലൊക്കെ ചെയ്യുന്ന ഒരു പ്രതിനിധിയാണ് അല്ലേ? പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഈ യൂട്യൂബിൽ ഓരോ വീഡിയോകൾ ഇങ്ങനെ കാണുമ്പോൾ ഓരോരുത്തരും ഓരോന്ന് ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്കും വീഡിയോ അപ്ലോഡ് ചെയ്യണ്ടേ, നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുകയാണല്ലോ. ഐ മീൻ കോണ്ടന്റ് എന്തെങ്കിലുമൊക്കെ ഇടണ്ടേ ആണല്ലോ, കോണ്ടന്റ് ക്രിയേഷൻ അങ്ങനെയാണല്ലോ പറയാം. അങ്ങനെ ആലോചിക്കുമ്പോൾ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്ത് കിട്ടില്ല. ഇത് ചെയ്യുക, അത് ചെയ്യുക, അത് റിയാക്ഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന സബ്ജക്റ്റിനെ കുറിച്ച് എക്സ്പ്ലനേഷൻ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഗെയിമിങ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അങ്ങനെ പല 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 വിഷയങ്ങളാണ് വരാം. അപ്പോൾ ഒന്നുമില്ലൊന്ന് കോൺസെൻട്രേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒന്ന് ഫിക്സ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് വിചാരിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയില്ല. അതാണ് മെയിൻ പ്രശ്നം. പല വീഡിയോകളും നമ്മൾ കണ്ടിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ലൈക്ക് ചെയ്ത് പോകുമ്പോൾ അത് എല്ലാ വീഡിയോകളും ഈസി ആയിട്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതല്ല. ഒരു കോണ്ടന്റ് ആയിട്ട് വരുമ്പോൾ പിന്നെ എന്തിട്ടാലും ഒരു കോണ്ടന്റ് ആണെന്നുള്ള രീതിയിലാണെങ്കിൽ നമ്മൾ എന്ത് വീഡിയോ ഇട്ടാലും ഇറ്റ്സ് ഓക്കെ. നല്ല ജലദോഷവും തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ കൂടിയും എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എന്ത് വീഡിയോ ചെയ്യണമെന്ന് അറിയില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാനാണെങ്കിലോ നമുക്ക് സമയമില്ല. ലീവിന് വരുമ്പോഴത്തേക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ പറമ്പിൽ കൂടെ ഇങ്ങനെ നടക്കുന്ന കുറച്ച് വീഡിയോ ജാതിക്ക പൊട്ടിക്കാനൊക്കെ. വീട്ടിലാണെങ്കിൽ നമ്മൾ മാത്രമേ ഉള്ളൂ, മക്കളും ഞാനും വൈഫും. അപ്പോൾ ജാതിക്ക കുറച്ച് പൊട്ടിക്കാനുണ്ട്. അതൊക്കെ പൊട്ടിക്കാനുള്ള വിഷയങ്ങളാണ്. ജാതിക്കത്തോടൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, കുറച്ച് ജാതിക്കകളുണ്ട്. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും പല ആളുകളും വീടുകളിൽ നിസ്സാരമായിട്ട് കളയുന്നൊരു സാധനമാണ് ഈ ജാതിക്ക, അല്ലെങ്കിൽ ഇതുപോലുള്ള ജാതിക്കകൾ. പക്ഷെ ഇതിൻ്റെ കുരുവിനും ആ ജാതിപത്രി, ഇതിൻ്റെ ആ ഒരു ഫ്ലവർ ഉണ്ടല്ലോ, കുരുവിനെ കവർ ചെയ്തേക്കുന്നത്, അതൊക്കെ എന്തുമാത്രം എക്സ്പെൻസീവാണ്, അല്ലെങ്കിൽ മാർക്കറ്റിൽ എന്തുമാത്രം വിലയുള്ളതാണെന്ന് ആരും ചിന്തിക്കാറില്ല. പൊതുവെ പല ആളുകളും ജാതികളുടെ തോട്ടങ്ങൾ വെച്ചിട്ട് തന്നെ അവർ ഒരു ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കിട്ടാവുന്ന ജാതിക്കകൾ നോക്കാം. ഓക്കെ, ഇത് നമ്മൾ ഇങ്ങനെ എടുത്താൽ മതി അല്ലേ? ഓക്കെ, ഈ കുരുവിനൊരു റേറ്റാണ്, ഈ കാണുന്ന ഫ്ലവറിന് മറ്റൊരു റേറ്റാണ്. ഓക്കെ, ആ ഫ്ലവർ എന്താ പറയുക, പൊട്ടിയിട്ടാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ, അതായത് ചിന്നിച്ചിതേ പോലെയാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ റേറ്റ് വിൽ ബി ഡിഫറൻറ്റ്. ബട്ട് നമ്മൾ ശരിയായ രൂപത്തിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് വിൽ ബി ഡിഫറൻറ്റ്, അത് കൂടുതൽ റേറ്റ് കിട്ടും. അതുപോലെ തന്നെ കുരുവിനും ഒന്ന് ഹെൽത്തി ആയിട്ടുള്ളൊരു കുരുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി അനദർ പ്രൈസ്. അതല്ല നേരെ മറിച്ച് കുരുവിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി അനദർ പ്രൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ അല്ല, സോറി. ഇനി ഇവിടെ വല്ലതുമുണ്ടോ എന്ന് നോക്കട്ടെ. യെസ്, അത് പൊട്ടിച്ച് പൊരണം നിലത്ത് കൊണ്ടുണ്ടായിരുന്നു. ഓക്കെ, ടേക്ക് ദാറ്റ് വൺ. അപ്പോൾ 2 എണ്ണം കിട്ടി ഇവിടുന്ന്. നമുക്ക് ഏതെങ്കിലും പൊട്ടിക്കാൻ പറ്റാവുന്ന ഹൈറ്റിൽ ഏതെങ്കിലും പൊട്ടിക്കാം. വിതിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ഞാൻ കുറച്ചധികം കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും കളക്ട് ചെയ്യപ്പെടേണ്ടതുണ്ട് കേട്ടോ. ഓക്കെ, കോൾഡ്, ജലദോഷം ഇസ് കിക്കിങ് മീ. ഓക്കെ, ഇവിടെ നല്ല ഹെൽത്തി ആയി നിൽക്കുന്ന ജാതിക്കയുണ്ട്. ഓക്കെ, നമുക്ക് ടേക്ക് ഇറ്റ്. ഇവിടെയുണ്ട് ഒരാൾ. ഓക്കെ, ഇവിടെ വീഡിയോക്ക് ലൈറ്റ്സിനൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഓക്കെ, രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. അടുത്ത ജാതിക്ക. പിന്നെ ഞാനെപ്പോഴും വണ്ടർ ചെയ്യാറുള്ളൊരു കാര്യമാണ് കേട്ടോ. അടിയിലുണ്ട്. ഇത് നമ്മൾ ജാതിപത്രി പൊതുവെ ഫുഡിലൊക്കെ ഇടുമല്ലേ, ഫുഡിൽ മറ്റുള്ള പല കാര്യങ്ങളിടും. പക്ഷേ എന്താണ് ഇത് കൂടാതെ ഇത്രയും ഡിമാൻഡ് ആവാനുള്ള കാരണം ആർക്കും അറിയാവോ? അതായത് ജസ്റ്റ് ഫുഡിൽ മാത്രം ആഡ് ചെയ്യുന്നൊരു സംഭവം ആയിട്ടാണോ ഇതിനെ കാണുന്നത്? അല്ല, നേരെ മറിച്ച് വേറെ എന്തെങ്കിലും നമ്മൾ ആയുർവേദിക് മെഡിസിൻസിലൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതല്ലാതെ വേറെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഇതുകൊണ്ട് ഗുണങ്ങളുണ്ടോ അറിയാവുന്നവർ പറഞ്ഞു തരൂ. പറഞ്ഞു തന്നാൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. നമുക്കറിയാൻ പറ്റുമല്ലോ. അടക്ക, ജാതിക്ക, നാളികേരം, ഇതൊക്കെ എന്താ പറയുക, ഒരു നാച്ചുറൽ റിസോഴ്സസ് ആണ്. അറ്റ് ദ സെയിം ടൈം മൾട്ടിപ്പിൾ യൂസസ് ഉള്ള നാച്ചുറൽ റിസോഴ്സുകളാണ്.
പക്ഷെ മൾട്ടിപ്പിൾ യൂസസ് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും കറക്റ്റ് അറിയില്ല എന്നുള്ളതാണ്. നമ്മൾ ജാതിപത്രി അല്ലെങ്കിൽ ജാതിക്കടക്കൂരൊക്കെ കളക്ട് ചെയ്ത് ഉണക്കി നല്ല ഫ്രഷ്നെസ്സൊക്കെ കീപ്പ് ചെയ്തിട്ട് നമ്മൾ ചിലപ്പോൾ കടയിലൊക്കെ കൊണ്ട് കൊടുത്ത് കിട്ടുന്ന കാശ് മേടിക്കും. പക്ഷെ അവിടെ നിന്ന് അവർ ഒരുപാട് എക്സ്പോർട്ടിങ് ആൻഡ് ഇമ്പോർട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. എക്സ്പോർട്ടിങ് നടക്കുന്നുണ്ട്. ആ എക്സ്പോർട്ടിങ് അവർ ശരിയായ എന്താണ് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് അറിയില്ല. വാട്ട് ഈസ് ദെയർ ബിസിനസ്. ജസ്റ്റ് അവർ എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം അവിടെ എത്തിയിട്ട് എന്താണ് സംഭവിക്കുന്നത് അറിയില്ല. ഇനി കയ്യെത്തും ദൂരത്തില്ല. അതുകൊണ്ട് തോട്ടി ഉപയോഗിച്ച് പൊട്ടിക്കുക എന്നുള്ളതാണ് ഒരു ചോയ്സ്. ഓക്കെ, മഴ പെയ്തുകൊണ്ട് തന്നെ പറമ്പിലൊക്കെ ആകെ വെള്ളമുണ്ട് അത്യാവശ്യം. വെള്ളത്തിൻ്റെ അംശം ഒരു വെറ്റ്നെസ് ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുക, നമുക്ക് മഴക്കാലമാകുമ്പോൾ വരുന്ന ഒരുപാട് ഗസ്റ്റുകളുണ്ടല്ലോ. മെയിൻലി മൊസ്കിറ്റോ വാല. ഇന്നലെ രാത്രിയൊക്കെ നമ്മളെ വീടിൻ്റെ ചമ്മരുണ്ടല്ലോ, പുറത്തെ സിറ്റ് ഔട്ടിൻ്റെ ചമ്മര്, അവിടെയൊക്കെ ഒരുപാട് കൊതുകൾ കേട്ടോ. ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് കൊതുകൾ. അത് ചെമ്പൻ കൊതു, പച്ചക്കൊതു. പച്ചക്കൊതു എന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. ബട്ട് ഞാൻ ഷോ ചെയ്ത് കൊടുത്തപ്പോൾ അവർ പിന്നെ പച്ചക്കൊതു ഉണ്ടല്ലോ, ശരിയാണല്ലോ, പച്ചക്കൊതു എന്തെങ്കിലും രോഗം വരുന്ന കൊതുവെന്ന് ആർക്കറിയാം. അപ്പോൾ മഴക്കാലമാകുമ്പോൾ കൊതുകടി ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ നല്ലോണം കൊതുകടി അത്യാവശ്യം കൊള്ളുന്നുണ്ട്. നിവൃത്തിയില്ല, പറമ്പിൽ ഇറങ്ങി കഴിഞ്ഞാൽ കൊതുകടി കൊള്ളാതെ നിവൃത്തിയില്ല. ആൻഡ് ഇപ്പോൾ ഇതൊക്കെ നമ്മളാണ് ചെയ്യുന്നത്, വീട്ടിലാരില്ലാത്തത് കൊണ്ട് തന്നെ. ആൻഡ് ഓക്കെ, പിന്നെ ഇതിൻ്റെ കറ ഭയങ്കര കറയാണ് കേട്ടോ. ഇറ്റ്സ് നോട്ട് ഈസി. ഇതെങ്ങാനും നമ്മളുടെ മേത്ത് എക്സ്പെഷ്യലി വെള്ള ഡ്രസ്സുമില്ലൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട. എങ്ങനെയാണ് പിന്നെ അതിനൊക്കെ റിമൂവ് ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. പ്യുവർ വൈറ്റ് ആണെങ്കിൽ പിന്നെ ക്ലോറിൻ വെള്ളത്തിലേലും മുക്കാന്ന് പറയാം, അല്ലാത്ത എന്ത് ചെയ്യും? അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഓക്കെ, അപ്പോൾ മുകളിലുള്ള കുറച്ച് ജാതിക്കകൾ തൂട്ടി വെച്ച് പൊട്ടിക്കുന്നത് ഇങ്ങനെയാണ്. ക്യാമറ ഹോൾഡ് ചെയ്യാനും ഒപ്പം തോട്ടി ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. കൈ രണ്ടും ഒരേ മോഷനിൽ ഒരേ സ്റ്റേറ്റിൽ ബാലൻസ് ചെയ്യാൻ ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട്. അതുകൊണ്ട് തന്നെ ആടുന്നുണ്ട് കുട്ടാ ഇളങ്കാറ്റിൽ, ഫോണും തോട്ടിയും ആടുന്നുണ്ട്. മോനെ ഒന്നുമില്ല അതിൻ്റെ അകത്ത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇവിടെ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ഈ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യാൻ ഏതൊരാളെ പോലെ ഏതൊരാളും എല്ലാവർക്കും ഒരു പക്ഷേ ഇഷ്ടമായിക്കൊള്ളുന്നില്ല. ബട്ട് ലൈക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇതിൻ്റെ അകത്ത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. ചില ആളുകൾക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ, ചില ആളുകൾക്ക് സബ്ജക്റ്റ് ആണ് വിഷയം. അവിടെ ഒരു സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തിരിക്കുമ്പോഴാണ് ഓൾവേസ് ഡിഫിക്കൾട്ട്. ഇനി അവിടുത്തെ കഴിഞ്ഞിട്ടില്ല കേട്ടോ, അപ്പുറത്തെ മരത്തുമ്പുണ്ട്. ബട്ട് സെയിം വേ ഈ മരത്തുമ്പോഴും ഇഷ്ടംപോലെ ഉണ്ട്. കണ്ടോ, ഒരു കൊത്തിനെ കാണിച്ചാൽ കണ്ട, ചോര കുടിച്ചുകൊണ്ടിരിക്കണ കള്ളനായി കൊതു. മയ്യത്തായി വൻ ഒറ്റയടിക്ക് മയ്യത്തായി. എന്ത് ചെയ്യാ, ഒന്ന് കയറിയാൽ പോരെ. ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ, എന്താ പറയുക, പറഞ്ഞ പൊട്ടിക്കാനായിട്ടിടാ. അപ്പോൾ അങ്ങനെയാണ് അവസ്ഥ. ജാതി മരത്തും വന്ന് ഒരുപാട് ഞാൻ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഓൾമോസ്റ്റ് എത്താവുന്ന റീച്ചബിലിറ്റിയിലുള്ള എല്ലാം ഏകദേശം പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പറക്കി ആ കപ്പിലോട്ട് ഇടാം. ടാസ്ക്. കൊമ്പിട്ട് നിന്ന് പറക്കാൻ അത്ര എളുപ്പമല്ലല്ലോ. ഓക്കെ, പറഞ്ഞു ജാതിക്ക് പിന്നെ എന്താണ് ഒരു നല്ല അത്യാവശ്യം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സാധനം കേട്ടോ. അത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനൊക്കെ നമ്മളുടെ സപ്പോർട്ട് ചെയ്യാനും നമ്മളുടെ ഗ്യാസ് ട്രബിള് അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ അത്യാവശ്യം എന്താ പറയുക പെട്ടെന്ന് നമുക്ക് റിലീഫ് തരുന്ന ഒരു ഏജൻ്റാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മളൊരുപാട് കൂടുതൽ ഇൻടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 120 mg കൂടുതൽ ഒരു ദിവസം ജാതിക്ക റോ ആയിട്ടൊക്കെ തിന്നു കഴിഞ്ഞാൽ ഹാലൂസിനേഷൻ, അതുപോലെ തന്നെ എന്താണ് ഫിസിക്കൽ ഇംബാലൻസ് അങ്ങനെയുള്ള സാധ്യത തോന്നാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. ജാതിക്കയുടെ നമ്മൾക്കറിയാത്ത ബെനിഫിറ്റ്സുകൾ ആൻഡ് എക്സ്പോർട്ട്
തോട്ടി പടായി നടത്തിക്കൊണ്ടിട്ടു. എക്സ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ മേഖലയിലേക്കാണ് ഇത് എത്തിപ്പെടുന്നതെന്ന് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക, പറഞ്ഞു തരിക. ബി ഹെൽപ്ഫുൾ. ഓക്കെ, നമ്മളിവിടെ നിന്ന് നെക്സ്റ്റ് ജാതിമരത്തുമേൽക്ക് എത്തിയിരിക്കുകയാണ്. നെക്സ്റ്റ് ജാതിമരം ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ കപ്പ് ഈ ലെവലെത്തിയിട്ടുണ്ട് ഗൈസ്. ആൻഡ് ഇറ്റ്സ് ഗുഡ്. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്, അങ്ങനല്ലേ? ജസ്റ്റ് ലൈക്ക് അവർ വീഡിയോ, സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. ഓക്കെ, ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം, ബട്ട് സ്റ്റിൽ വി ഡു സംതിങ്. അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലേ? അങ്ങനെ ആശ്വസിക്കാം എൻ്റെ അമ്മണിയെ. അങ്ങനെ ഓക്കെ, പ്ലൻറ്റി ഓഫ് നട്ട്മാഗ്സ് ഡൗൺ ഹിയർ. മഴ കാരണം 2 ദിവസമായിട്ട് നോക്കാൻ പറ്റിയില്ല. ഇന്നാണ് കുറച്ചൊന്ന് മഴയൊക്കെ മാറി നിൽക്കുന്ന ഒരു ക്ലൈമറ്റ്. ഐ മീൻ കുറേ നേരം അങ്ങനെ തന്നെ നിൽക്കാൻ ചാൻസ് കുറവാണ്. ബട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു മെയിൻ ടൈം ഉണ്ടല്ലോ, ആ ടൈമിൻ്റെ അകത്ത് നമുക്ക് പറ്റാവുന്നതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓക്കെ. രാവിലെ കോഴിക്ക് തീറ്റ കൊടുക്കുന്നതും കൂടി എടുത്തതിൽ ആഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ സമയത്ത് ഫോൺ ഡെഡായിരുന്നു. ഓക്കെ, ഇതാണ് നമ്മളുടെ അടുത്ത ജാതിമരം. ആൻഡ് ദർ ഈസ് പ്ലെൻറ്റി ഓഫ് ജാതിക്ക ഇൻസൈഡ്. സോ ഇതൊന്നും നമുക്ക് എല്ലാം റീച്ചബിൾ ഡിസ്റ്റൻസിലല്ല. സോ നമ്മൾ എന്താണ് മെക്കാനിക്കൽ എയ്ഡ് യൂസ് ചെയ്യണം. വാട്ട് ഇസ് മെക്കാനിക്കൽ എയ്ഡ്? കിടക്കുന്ന തോട്ടി, ആ തോട്ടി അത് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ആൻഡ് ഇറ്റ് വിൽ ബി ഗുഡ് ഐ തിങ്ക്. ഓക്കെ, ആ മരത്തും ഇനിയും ഇഷ്ടം പോലെ ഉണ്ട്. ബട്ട് അത് തോട്ടിക്ക് പോലും റീച്ചബിൾ ഡിസ്റ്റൻസിലല്ല. സോ നമ്മളിത് പൊട്ടിക്കാൻ പോവുകയാണ്. ഒരുപാട് ഈ മരത്തുമ്മലുണ്ട്. പൊട്ടിക്കാൻ കുറച്ച് സമയം എടുക്കും. എല്ലാം ഞാൻ ഈ വീഡിയോയുടെ അകത്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബട്ട് ബെറ്റർ എൻ്റെ ഒരു ഇതാണ്. നിങ്ങൾക്ക് അത്യാവശ്യം പ്ലോട്ടൊക്കെ വീടിൻ്റെ ചുറ്റുമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 രൂപ ജാതിത്തൈയൊക്കെ നട്ട് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതുപോലെ അറ്റ്ലീസ്റ്റ് ജാതിക്ക കിട്ടിയാൽ തന്നെ എന്തെങ്കിലും ഒരു ചെറിയൊരു സാധനം കിട്ടും അതിന്. അങ്ങനെയാണ് കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആൻഡ് ഇന്നത്തെ ജനറേഷനാണ് ഈ വക പരിപാടികളിലോട് താല്പര്യമില്ലാത്ത, ഇൻക്ലൂഡിങ് മീ. ഞാൻ ഫുൾ ടൈം ഇതൊന്നും ചെയ്യുന്ന ആളൊന്നുമല്ല. ഇപ്പോൾ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് ചെയ്യുന്നത്. ബട്ട് ഇഷ്ടമില്ലായിട്ടില്ല, എന്നിരുന്നാൽ കൂടിയും പറയാണ്. ബട്ട് മുമ്പത്തെ കാലത്തുണ്ടല്ലോ, ഐ മീൻ നമ്മളുടെയൊക്കെ യങ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ മാതാപിതാക്കളുടെയൊക്കെ പാരൻസിൻ്റെയൊക്കെ യങ്ങർ സ്റ്റേജിൽ അവർക്ക് ഒരുപാട് എന്താ പറയുക ഇങ്ങനെയുള്ള എന്താ പറയുക അഗ്രികൾച്ചർ ഫാമിംഗ് ഓർ വാട്ടെവർ അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരുന്നവരാണ്. അപ്പോൾ ആ ഡിപ്പെൻഡൻസി സ്റ്റിൽ നമ്മൾക്ക് ഒരു ചെറിയ ഇൻഫ്ലുവൻസ് ആയിട്ട് നമ്മളുടെ ലൈഫിലുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്, ഇറ്റ് വിൽ ബി ഗുഡ്. As I said, always something is better than nothing. Something is better than nothing. Even including യൂട്യൂബിൽ ഇതുപോലൊരു വീഡിയോ ഇടുന്നത് പോലും ഇറ്റ്സ് ബെറ്റർ ദാൻ നത്തിങ്. മുമ്പൊക്കെ നമുക്ക് എന്താ പറയുക, ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു അപ്ലോഡ് എ വീഡിയോ. You have to shoot a video with a certain camera and access വേണം. ഇറ്റ്സ് നോട്ട് ഈസി. ബട്ട് യൂട്യൂബ് പോലെയുള്ളൊരു ഫ്രീ സ്ട്രീമിംഗ് ഓർ ഫ്രീ അപ്ലോഡിങ് പ്ലാറ്റ്ഫോം ഒക്കെ ഉള്ളപ്പോൾ പോലും നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ വി ആർ ലേസി ബ്രോ. ആൻഡ് ഐ ആം ഓൾസോ ലേസി. ഫോർ ഷുവർ ഐ ആം ഓൾസോ ലേസി. അത് യാതൊരു സംശയമില്ല. But something is better than nothing. And I'm doing it. Okay. ഇതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. ഐ മീൻ ബാക്കി പൊട്ടിക്കാനുള്ളത് പൊട്ടിക്കട്ടെ. That was one hell of a hunt for nutmeg today. എൻ്റെ മീനിങ് അതൊന്നും എനിക്ക് വലിയ ധാരണയൊന്നുമില്ല, പക്ഷെ പറയാൻ നല്ല രസമുണ്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ, ഓൾമോസ്റ്റ് ഇത്രയും ജാതിക്ക് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുകയാണ് ഗായ്സ്. And jadika is something we can call it as gold in the nuts. നട്ടുകളിലെ ഗോൾഡും. ഓക്കെ, മൂവിങ് along. ഡയറക്റ്റായിട്ട് മാർക്കറ്റിൽ കൊടുക്കാനൊന്നും പറ്റില്ല എന്നാണ് എൻ്റെ കേട്ടറിവ്. ഇത് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി പിന്നെ ഫ്ലവർ വേറെ, കുരു വേറെ, ഹെൽത്തി ആയത് വേറെ, അൺഹെൽത്തി ആയത് വേറെ, ബെസ്റ്റ് റേറ്റ് കിട്ടാനായിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, സോ ഇനി ഇത് വെച്ചിട്ട് ഒരുപാട് ടാസ്കുകളുണ്ട്. ദാറ്റ് ഈസ് ഫോർ ടുഡേ.
അപ്പോൾ ദാറ്റ് ഈസ് ഫോർ ടുഡേ. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഗൈസ്. അത് കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. ഇനി ഇടുന്ന വീഡിയോകളിൽ പറയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. until then ബൈ ബൈ. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, അതിൻ്റെ എന്താ പറയുക, സബ്സ്ക്രൈബ്, കമൻറ്റ്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.